ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഏതറിന്റെ വൈറ്റിലുള്ള ഷോറൂമിലാണ്. അപ്പം ഏതറിന്റെ റിസ്റ്റ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വേരിയന്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ സ്കൂട്ടറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് നമുക്ക് റിസ്റ്റയിൽ കൊടുത്തേക്കുന്നത്. ആ ഒരു വൈറ്റും ബ്ലൂ ഫിനിഷും ആണ് കൊടുത്തേക്കുന്നത്. ബ്ലൂ വന്നിട്ട് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് ഈ ഒരു ഭാഗം എല്ലാം കൊടുത്തേക്കുന്നത്. ഒരു മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുള്ളി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഹാൻഡിലിന്റെ ആ ഒരു ഭാഗം ഫുള്ള് കൊടുത്തേക്കുന്നത്, ആ ഒരു ഫേസിയെ ഫുള്ള് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു വൈസർ ആ ഒരു ടൈപ്പ് രീതിയിലാണ് ഒരു ഗ്ലാസ് ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഏതർ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. ഹെഡ്ലാമ്പ് യൂണിറ്റ് ഫുള്ളി LED ഹെഡ്ലാമ്പ്സ് ആണ്. നമുക്ക് ഇൻഡിക്കേറ്ററും ആ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണെന്ന് ഞാൻ എടുത്ത് പറയണം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ആ ഒരു ബ്ലൂ ഫിനിഷ് കൊടുത്തേക്കുന്ന ആ ഒരു മാറ്റ് ഫിനിഷ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ മഡ്ഗാന്റെ ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത് ആ ഒരു മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ നമുക്ക് ആ ഒരു ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൂ ഫിനിഷ് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു സ്പേസ് നമുക്കൊരു നല്ല രീതിയിലൊരു സ്പേസ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ലെഗ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെക്കാവുന്ന രീതിയിലാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇനി ഇരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും എൻ്റെ ഈ നീ സ്പേസ് ഒക്കെ ആണെങ്കിലും ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് വളരെ കംഫർട്ടബിളി നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വന്നേക്കുന്നത്. എവിടെ കണ്ടു, ഈ ഒരു സൈഡിലായിട്ടാണ്. അപ്പുറത്തെ സൈഡ് നമുക്ക് ലൈറ്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഫുൾ ആ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു ഫാമിലി സ്കൂട്ടറിൽ നമുക്ക് ഇത്രയും നല്ല വലുപ്പത്തിൽ സീറ്റിംഗ് ആണ്. 3 പേർക്ക് വേണമെങ്കിലും കംഫർട്ടബിളി ഇരിക്കാം. പക്ഷേ 3 പേർക്ക് ഇരുന്ന് പോകരുതെന്നാണ്. അപ്പോൾ ഞാൻ അത്രയും സ്പേഷ്യസ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് അത്രയും നല്ല കംഫർട്ടബിളി ഒരു വലിയൊരു വൈഡറായിട്ടുള്ള ഒരു സീറ്റാണ് വരുന്നത്. അതിൽ നമുക്ക് നല്ല ഡ്യുവൽ ടോൺ ഫിനിഷിനാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഗ്രേ ഫിനിഷും വരുന്നുണ്ട്, ബ്ലാക്ക് ഫിനിഷും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏതർ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് നല്ലൊരു പില്യൺ റെസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം, ബാക്ക് റെസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് നല്ല ഒരു സോഫ്റ്റ് ടച്ച് രീതിയിലുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഗ്രാബ് ഹാൻഡിലാണെങ്കിലും നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് റിസ്റ്റ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം, ഒരു വൈറ്റിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് കാണാം. ഇസഡ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നമ്മളിപ്പോ റിവ്യൂവിന് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഈ ഇസഡിൽ നമുക്ക് 2 വേരിയന്റ് വരുന്നുണ്ട്. 2.9 കിലോ വാട്ടും വരുന്നുണ്ട്, 3.7 കിലോ വാട്ടും ബാറ്ററി വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു വേരിയന്റ് എസ് വേരിയന്റ് ഉണ്ട്. അതിൽ നമുക്ക് 2.9 കിലോ വാട്ട് ബാറ്ററി മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റിസ്റ്റ എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ ആണെങ്കിൽ ഫുള്ളി ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് എടുത്ത് പറയേണ്ടതുണ്ട്. നമുക്ക് ഫുള്ളി LED ആണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് കാണിക്കാം. എന്താ അതിൻ്റെ ആ ഒരു ഫിനിഷൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, പക്ക ഒരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഏതർ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് തൊട്ട് താഴെ ഇവിടെ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ റിസ്റ്റയുടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് 34 ലിറ്റർ ആണ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇത് നമുക്ക് ചാർജിങ് അതിൻ്റെ ഒരു തേക്കുന്നത്. നമുക്ക് വളരെ എന്താ പറയുക, ഇത്രയും നല്ല സ്റ്റോറേജ് ഉള്ള ഒരു വേറെ 2 വീലർ ഉണ്ടെന്ന് തന്നെ നമുക്ക് സംശയമാണ്. അത്ര വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ വേണമെങ്കിൽ വെക്കാവുന്ന ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് അവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു പോർഷനിൽ ഇവർ പറയുന്നത് നമുക്ക് ചാർജിങ് ഓപ്ഷൻ ചിലപ്പോൾ ഇതിൽ ആഡ് ഓൺ ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും അതിനുള്ള അതിൻ്റെ ഒരു സംവിധാനം പോലുള്ള രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഒരു 7 ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്റർ ആണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫുള്ളി നമ്മുടെ മൊബൈലൊക്കെ പെയർ ചെയ്തുള്ള രീതിയിൽ നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. നാവിഗേഷൻ വരുന്നുണ്ട്, നമുക്ക് നമ്മുടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്, പിന്നെ വെഹിക്കിളിൽ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് നമുക്ക്, പിന്നെ നമുക്കാണെങ്കിൽ സ്കിഡ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് എക്കോ മോഡും സ്മാർട്ട് എക്കോയും വരുന്നുണ്ട്. സിപ്പ് എന്ന് പറയുന്ന മോഡും വരും. 2 മോഡ് നമുക്ക് വെഹിക്കിൾ വരുന്നുണ്ട്. സിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം നല്ല ഒരു പവർ എടുത്ത് പോകുന്ന രീതിയിലുള്ള ഒരു മോഡാണ്. മറ്റേത് എക്കോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എക്കണോമിക് മോഡിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു റിവ്യൂവിന് ചെയ്യുന്ന മോഡലിന്റെ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 3.7 കിലോവാട്ട് ആണ്. ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 160 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഈ വെഹിക്കിൾ നമുക്കൊരു 1.10 ഇപ്പം നമുക്ക് ഇൻട്രോഡക്ടറി പ്രൈസ് എക്സ്ഷോറും നമുക്ക് ഈ വെഹിക്കിൾ വരുന്നുണ്ട്. 1.38 ആ ഒരു റേഞ്ച് മുതൽ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വെഹിക്കിൾ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ കട്ട് ഓഫ് ആകുന്ന രീതി ആ ഒരു ഫീച്ചർ നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഞാൻ ഈ 7 ഇഞ്ചിന്റെ ഈ സ്ക്രീൻ മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു ടോഗിൾ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ആ രീതിയിൽ നമുക്കെല്ലാം ഓരോന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. എമർജൻസി സ്റ്റോപ്പ് ലാമ്പ് ആ ഒരു രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. എമർജൻസി സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. നമ്മൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാറുകളിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലാഷ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഫൈൻഡ് മൈ സ്കൂട്ടർ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം പാർക്കിങ്ങിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി നമ്മൾ സ്കൂട്ടർ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കൂട്ടർ നമുക്ക് ഫ്ലാഷ് ചെയ്ത് കാണിക്കും സ്കൂട്ടർ എവിടെയാണെന്നുള്ളത്. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഹോൾഡ്, സ്കിഡ് കൺട്രോൾ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് വെഹിക്കിളിൽ നമുക്ക് ഞാനിപ്പോൾ നിങ്ങളെ ഇരുന്ന് കാണിക്കും. ഇതിൻ്റെ ഒരു കയറി ഇരുന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളി നമുക്ക് ഇവിടെ ഇരിക്കാം. ഇപ്പം ഞാനാണെങ്കിലും ഒരു 5.8 ഒക്കെയാണ് എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. എന്നാൽ പോലും എനിക്ക് വളരെ കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ലെഗ് ആണെങ്കിലും നല്ല ഓവർ ഹൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ ഫ്ലാറ്റ് ഫുട്ടായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വളരെ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നമുക്ക് സ്കൂട്ടറിൽ ഇരിക്കാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മിറേഴ്സ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ആണെങ്കിലും വളരെ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ 5.8 ആണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു 6 അടിയുള്ള ഒരാൾക്ക് പോലും നമുക്ക് ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് അവിടെ തട്ടുകയൊന്നും ചെയ്യത്തില്ല. അത്ര കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്കിതിൽ റീജൻ ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ആക്സിലേറ്റ് ചെയ്ത് നമുക്ക് നമ്മൾ ത്രോട്ടിൽ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ റീജൻ അനുസരിച്ച് നമ്മൾ വെഹിക്കിൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും. ഇത് കൂടാതെ നമുക്ക് വെഹിക്കിളിൽ നമുക്ക് ഈ ഒരു റിവേഴ്സ് ഫംഗ്ഷനിങ് ഉണ്ട്. നമുക്ക് ചെറിയ കയറ്റങ്ങളിലേക്കൊക്കെ നമുക്ക് റിവേഴ്സ് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വെഹിക്കിൾ റിവേഴ്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഈ വെഹിക്കിളിലുണ്ട്. പിന്നെ നമുക്ക് തെഫ്റ്റ് അലേർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു സ്കൂട്ടറാണെന്ന് തന്നെ എടുത്ത് പറയണം. അപ്പം അത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 110 ആണ് ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. ഒരു 1.38 റേഞ്ച് മുതൽ ഓൺ റോഡ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1.38 മുതലാണ് ഓൺ റോഡ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ റിസ്തയുടെ ഡീറ്റെയിൽസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാനിവിടെ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.